ഊം ദൈവമേ കാത്തുകൊൾകങ്ങ് കൈവിടാതിങ്ങു ഞങ്ങളെ. നാവികൻ നീ ഭവാബ്ദിക്കോരാവിവൻ തോണി നിൻ പദം. ആത്മഭാവങ്ങളെ, ഗുരുദേവന്റെ ദർശനങ്ങൾ എന്ന പരമ്പരയിൽ ഇന്നത്തെ നമ്മുടെ ചിന്തനീയ വിഷയം സങ്കല്പവും യാഥാർത്ഥ്യവും. പാതുകം നാം ആകാമെങ്കിൽ വേൽ നാമായിക്കൂടെയോ? പ്രിയരെ, ശിവഗിരിയിൽ ശാരദാ പ്രതിഷ്ഠയ്ക്ക് മുമ്പ് അവിടെ ഒരു വേൽ വെച്ച് പൂജ നടത്തിയിരുന്നു. ഒരു ദിവസം ആ വേൽ ഒരു ഭക്തനെടുത്ത് അടുത്തുള്ള കുറ്റിക്കാട്ടിലേക്ക് എറിഞ്ഞു. പകരമായി ഗുരുവിന്റെ പാതുകം വെച്ച് പൂജ നടത്തി. കാര്യമറിഞ്ഞ് ചിലരെല്ലാം അയാളെ പിടിച്ച് ഗുരുവിന് മുന്നിൽ ഹാജരാക്കി. ആ വേൽ എന്തിനായിട്ട് എടുത്തു കളഞ്ഞുവെന്ന് ഗുരു ചോദിച്ചു. തൃപ്പാദ വിഗ്രഹമല്ലാതെ ഒന്നും പൂജിച്ചുകൂടെന്നാണ് അടിയങ്ങളുടെ വ്രതമെന്നും പാതുകം തൃപ്പാദ സങ്കല്പമായി വച്ചിരിക്കുകയാണെന്നും അയാൾ പറഞ്ഞു. അപ്പോൾ ഗുരുദേവൻ അരുളി ചെയ്തത് ഇതാണ്: പാതുകം നാമാകാമെങ്കിൽ വേൽ നാമായിക്കൂടെയോ? സങ്കല്പമാണ് മനുഷ്യനെ നേരിൽ നിന്നും അകറ്റിക്കൊണ്ടുപോകുന്നത്. അജ്ഞാനത്തിൽ നിന്നുണ്ടാകുന്ന ഭേദചിന്തകളും അതിൽ നിന്ന് രൂപപ്പെടുന്ന സങ്കല്പങ്ങളും സത്യത്തെ മൂടിയിരിക്കുന്ന ആവരണങ്ങളാണ്. അതിനാൽ സത്യത്തെ അറിയുന്നില്ല. സത്യത്തെ മറച്ചു നിൽക്കുന്ന ആവരണങ്ങളെ സത്യമായി സങ്കല്പിക്കുകയും ചെയ്യുന്നു. ഇത് ഒന്നിനെ പലതായി അറിയുവാൻ ഇടയാക്കുന്നു. വള, മാല, കമ്മൽ, മോതിരം തുടങ്ങി പലതായിരിക്കുന്ന ആഭരണങ്ങളെല്ലാം വാസ്തവത്തിൽ സ്വർണം എന്ന ഏക വസ്തുവിന്റെ ഭിന്ന രൂപങ്ങൾ മാത്രമാണ്. ചിലർ വിഷ്ണുവിനെ ആരാധിക്കുന്നു, വേറെ ചിലർ ശിവ ഭഗവാനെ പൂജിക്കുന്നു, മറ്റു ചിലർ വിനായകനെ സ്തുതിക്കുന്നു. നാമരൂപങ്ങളിലുള്ള ഈ ഭേദങ്ങളിലെല്ലാം വാസ്തവത്തിൽ ഒന്നായിരിക്കുന്നത് ഒരേ ദേവതാ സങ്കല്പമാണ്. അതിന്റെ പൊരുളറിയുന്നവന് ഒന്നും പലതല്ല, മറിച്ച് എല്ലാം ഒന്നാണ്. കടലും തിരയും അതിലെ ഓളങ്ങളുമെല്ലാം കടൽ തന്നെയാണെന്ന് അറിവുള്ളവൻ മനസ്സിലാക്കുന്നു. അതുപോലെ പാതുകത്തെ ഗുരുസങ്കല്പമായി കാണുന്നവന് വേൽ ഗുരുസങ്കല്പമല്ലാതായിത്തീരുന്നത് അജ്ഞത മൂലമാണ്. ഈ അജ്ഞതയുടെ ദൂരീകരണത്തിലാണ് സത്യത്തിന്റെ വെളിപ്പെടൽ. സ്നേഹപൂർവം, രഞ്ജൻ, കയനാട്.